ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ വസതിയിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അദ്ദേഹത്തിനെ പ്രവേശിപ്പിക്കുകയായിരുന്നു. തീവ്ര പരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. അല്പം സമയം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യത്തിൻ്റെ അന്ത്യാഞ്ജലി. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വിയോഗത്തിൽ രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ കേന്ദ്രമന്ത്രിസഭ പ്രത്യേക യോഗം ചേരും. മൃതദേഹം കോൺഗ്രസ് ദേശീയ ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കുകയും ചെയ്യും. നാളെയാണ് സംസ്കാരം. 3 ജൻപത്തിലെ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വസതിയിൽ നിന്ന് നിതിൻ അംബുജൻ, ആർ അച്യുതൻ എന്നിവർ തത്സമയം ചേരുന്നു. ആദ്യം നിതിൻ അംബുജനിലേക്ക്. നിതിൻ, ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും സൗമ്യതയുടെ മുഖം, ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരിൽ ഒരാൾ, അങ്ങനെ ലോകം ഏറ്റവും ആദരിക്കുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ചില പ്രേക്ഷകർ രജിത്ത് എന്നൊരു പ്രേക്ഷകൻ പറയുകയായിരുന്നു, ജീവിച്ചിരിക്കുമ്പോൾ തെറി വിളിക്കും, മരിച്ചു കഴിഞ്ഞാൽ പുണ്യാളനാക്കും എന്ന്. എന്നാൽ ഡോക്ടർ മൻമോഹൻ സിംഗിനെ തെറി വിളിച്ച ആളുകൾക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ഔന്നിത്യം നന്നായി അറിയാമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇത്രയധികം സാമ്പത്തികം കീറിമുറിച്ച് പഠിച്ചിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനെ ഇന്ത്യക്ക് പ്രധാനമന്ത്രിയായി കിട്ടിയിട്ടില്ല എന്നത് മറ്റൊരു നേരായിരുന്നു. അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ താങ്കളുടെ ചിന്തകൾ എങ്ങോട്ടാണ്? ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മൻമോഹൻ സിംഗിന്റെ വസതിയായ ജൻപത്ത് 3-ലാണ്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിൽ അദ്ദേഹം ഇന്ന് പുലർച്ചെ ഏതാണ്ട് 12-ഓടുകൂടിയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടെ എത്തിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖർഗെയുള്ള അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിയിരുന്നു. ഇന്ന് രാവിലെ കൂടുതൽ നേതാക്കൾ ഇവിടേക്ക് എത്തും. അതിനുള്ള ക്രമീകരണങ്ങൾ എന്തായാലും ഒരുക്കുന്നുണ്ട്. പൊതുദർശനം സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ സമയക്രമം നിശ്ചയിച്ചിട്ടില്ല. നാളെയാകും സംസ്കാര ചടങ്ങ് ഉണ്ടാവുക. ഇതിനു മുന്നോടിയായി തന്നെ AICC ആസ്ഥാനത്ത് പൊതുദർശനമുണ്ടാകും. എന്തായാലും ഇന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരും. അതിനു മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി അനുശോചനം അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാവിലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തും. നമുക്കറിയാം, കോൺഗ്രസിന്റെ യോഗം ബലഗാവിൽ ചേരുകയായിരുന്നു. അത് നിർത്തിവെച്ചുകൊണ്ടാണ് നേതാക്കൾ എല്ലാവരും ഡൽഹിയിലേക്ക് തിരിച്ചത്. പ്രത്യേക വിമാനത്തിൽ നേതാക്കൾ എല്ലാവരും ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിലുള്ള നേതാക്കളടക്കം ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും അവസാനമായി ഒരു നോക്ക് മൻമോഹൻ സിംഗിനെ കാണാനായാണ് ഈ നേതാക്കളെല്ലാം എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു പ്രധാനമന്ത്രി എന്ന നിലയിനപ്പുറം ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന് തന്നെയാണ് അദ്ദേഹത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 1971 മുതൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ വിവിധ തലങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. 91-ൽ അദ്ദേഹം ധനമന്ത്രിയായി. പിന്നീട് 2004 മുതൽ 2014 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. നമുക്കറിയാം, ഇന്ദിരാഗാന്ധി കുടുംബത്തിന് ശേഷം ആദ്യമായാണ് ഒരാൾ തുടർച്ചയായി 2 തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത്. ഈ പ്രധാനമന്ത്രിയായ കാലഘട്ടത്തിലടക്കം അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കുന്നത് ഒരു സർപ്രൈസ് തീരുമാനമായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത ഒരു തീരുമാനമായിരുന്നു അന്ന് കോൺഗ്രസ് പാർലമെന്ററി യോഗം സ്വീകരിച്ചത്. സോണിയാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന ചർച്ചകളൊക്കെ തന്നെ ഉയർന്നതിനിടയിലാണ് ഒരു സർപ്രൈസ് എൻട്രി എന്ന നിലയിൽ മൻമോഹൻ സിംഗിന്റെ പേര് ഉയർന്നത്. ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ ആ ഒരു തീരുമാനത്തിൽ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ഇന്ത്യ കണ്ടത് അദ്ദേഹത്തിന്റെ നയങ്ങളും തീരുമാനങ്ങളും നടപ്പാക്കുമ്പോൾ വിവിധങ്ങളായ പദ്ധതികൾ, പ്രത്യേകിച്ചും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് മുതൽ സാധാരണ കുട്ടികൾക്ക് വരെയുള്ള വിദ്യാഭ്യാസ അവകാശം, അതോടൊപ്പം തന്നെ ആധാർ പരിഷ്കരണങ്ങൾ അടക്കമുള്ള പല നയങ്ങളും അദ്ദേഹം സ്വീകരിച്ചിരുന്നു. ആ നിലയിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഇന്ത്യയിൽ അടയാളപ്പെടുത്തിയ ഒന്നാണ്. നമുക്കറിയാം, സാമ്പത്തിക രംഗത്ത് എന്ന ഒരു മുഴുനീള രാഷ്ട്രീയക്കാരൻ, ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ തന്നെയാണ് രാജ്യത്ത് മൻമോഹൻ സിംഗ് എന്ന ഈ ഒരു വ്യക്തിയെ എന്തായാലും ലോകം അറിഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ചിന്തകളും സാമ്പത്തിക വിദഗ്ധന്റെ നയങ്ങളെല്ലാം തന്നെ അത് ഇന്ത്യയിൽ പരമാവധി വിനിയോഗിക്കുക എന്ന ഒരു നിലയിൽ തന്നെയാണ് നരസിംഹറാവു 1991-ൽ അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു തീരുമാനം, നരസിംഹറാവുവിന്റെ തീരുമാനം പിന്നീട് ശരിയാണെന്ന് കാലം തെളിയിക്കുകയായിരുന്നു. അന്ന് 1991-ൽ അദ്ദേഹം നടത്തിയ ബജറ്റ് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ വ്യാവസായിക രംഗത്തും അതോടൊപ്പം തന്നെ സാമ്പത്തിക രംഗത്തും വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ ബജറ്റായിരുന്നു പ്രഖ്യാപിച്ചത്. അതിനുശേഷമുണ്ടായ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യൻ മഹാരാജാവ് സാമ്പത്തിക തന്നെ പിന്നോക്കം പോകുമ്പോൾ മൻമോഹൻ സിംഗിന്റെ ഇടപെടലുകൾ ഒരുപക്ഷെ ലോകം തന്നെ അത് കൈയടിച്ചിട്ടുള്ള ഒന്നാണ്. 2014-ൽ നമുക്കറിയാം, മൻമോഹൻ സിംഗ് ഏറ്റവും ഒടുവിലായി അത് മാധ്യമങ്ങളെ കണ്ടത് പ്രധാനമന്ത്രിയായിരിക്കും 2014-ലാണ്. അന്ന് അദ്ദേഹം മാധ്യമങ്ങൾ കാണുമ്പോൾ വ്യക്തമാക്കിയത് ഒരുപക്ഷെ തന്റെ ഈ ഒരു ചരിത്രം ദയം നൽകില്ല. കാരണം പ്രതിപക്ഷവും മാധ്യമങ്ങളെല്ലാം തന്നെ കടന്നാക്രമിക്കുമ്പോഴും തന്റെ പ്രധാനമന്ത്രിയെ കാലത്ത് താൻ പ്രവർത്തിച്ച തന്റെ ഇടപെടലുകളിൽ തന്നെ ചരിത്രം അത് കൃത്യമായി തന്നെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമെന്നായിരുന്നു അദ്ദേഹം അന്ന് മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചത്. പിന്നീട് നമുക്കറിയാം, നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും GST ഉൾപ്പെടെയുള്ള നയങ്ങളെല്ലാം തന്നെ രാജ്യത്ത് നടപ്പാക്കുമ്പോൾ അന്ന് മൻമോഹൻ സിംഗിന്റെ ശബ്ദം അത് നരേന്ദ്രമോദിക്ക് എതിരായിരുന്നു. പക്ഷേ പിന്നീട് ആ ഘട്ടത്തിൽ ഒരുപക്ഷെ വലിയ വിമർശനങ്ങൾ നേരിട്ടെങ്കിലും പിന്നീട് അത് ശരിയാണെന്ന് കാലം തെളിയിച്ചു എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളടക്കം മൻമോഹൻ സിംഗിന്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നത്. എന്തായാലും ആ നിലയിൽ അടയാളപ്പെടുത്തിയ ഒരു വ്യക്തി ഇന്നലെ നമ്മെ വിട്ട് പിരിഞ്ഞു. ഈ കഴിഞ്ഞ ഏപ്രിലാണ് അദ്ദേഹം പാർലമെന്റ് ഇന്നിംഗ്സ് വിടവാങ്ങിയത്. അതിനുശേഷം പിന്നീട് പൂർണ്ണമായും
അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. ഇതിനിടയിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. പല ഘട്ടങ്ങളും അദ്ദേഹം ഡൽഹി എയിംസിൽ ചികിത്സ തേടിയിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം അദ്ദേഹം ഒരു തിരിച്ചുവരവ് ഉണ്ടായിരുന്നു. അതേ തിരിച്ചുവരവ് ഇന്നലെയും ഉണ്ടാവുമെന്ന പ്രതീക്ഷയായിരുന്നു നമുക്കെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ 92-ാം വയസ്സിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത്. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് അദ്ദേഹം കുഴിഞ്ഞു വീണ് പിന്നീട് നേരെ ഡൽഹി എയിംസ് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഏതാണ്ട് 9:51 അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു എന്നാണ് എയിംസ് പുറത്തിറക്കിയ ബുള്ളറ്റിനിൽ വ്യക്തമാക്കിയത്. അതിനുശേഷം നമ്മൾ കണ്ടത് എയിംസിലേക്ക് നിരവധി കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഒഴുകിയെത്തുന്നതാണ്. രാത്രി ഏറെ വൈകിയും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി എയിംസിലേക്ക് തടിച്ചുകൂടി. പക്ഷേ 12:00 തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇന്ന് രാവിലെ പോലെ തന്നെ സാധാരണക്കാരായ ആളുകൾക്കും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം തന്നെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി അതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കുന്നുണ്ട്. നമുക്കറിയാം 1971 മുതൽ ഇന്ത്യയുടെ ഭരണരംഗത്തെ വിവിധ തലങ്ങളിൽ ഇടപെട്ട വ്യക്തിയാണ്. 7 പ്രധാനമന്ത്രിമാരുടെ കാലത്ത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക രംഗത്ത് അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പല ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിമാർ സ്വീകരിച്ച സാമ്പത്തിക നയങ്ങൾക്ക് പിന്നിൽ മൻമോഹൻ സിംഗ് എന്ന വ്യക്തിയുടെ കൈകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള ഒരു വ്യക്തിയെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ വലിയ സൗഹൃദ വലയങ്ങൾ ഡൽഹിയിലുണ്ട്. ഒരുപക്ഷെ എതിർ രാഷ്ട്രീയക്കാർ പോലും ഏറെ ബഹുമാനിച്ചിരുന്ന സൗമ്യനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. നമുക്കറിയാം 2004 മുതൽ 2014 വരെയുള്ള മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് ഒരുപക്ഷെ നിരവധി അഴിമതി ആരോപണങ്ങൾ നേരിട്ടു. 2G സ്പെക്ട്രം അടക്കമുള്ള പല അഴിമതി ആരോപണങ്ങൾ നേരിട്ടു. പക്ഷെ അപ്പോഴും ഈ അഴിമതി ആരോപണങ്ങളിൽ നിന്നെല്ലാം ഒരു അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഈ അഴിമതി ആരോപണങ്ങൾ തനിക്ക് നേരെ ഉണ്ടായിരുന്നില്ല എന്ന ഒരു ആത്മവിശ്വാസം എന്തായാലും മൻമോഹൻ സിംഗിന് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഇടപെടലും അദ്ദേഹം എന്ന വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. ആ നിലയിലെല്ലാം തന്നെ എന്തായാലും മൻമോഹൻ സിംഗ് ഇന്ത്യയിൽ ഓർമ്മിക്കപ്പെടും. മാത്രമല്ല അദ്ദേഹം നടപ്പാക്കിയ പല നയങ്ങളും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളും ആ നിലയിൽ എന്തായാലും ഓർമ്മിക്കപ്പെടും. പഞ്ചാബ് യൂണിവേഴ്സിറ്റിയും കേംബ്രിഡ്ജ് അതോടൊപ്പം തന്നെ ഓക്സ്ഫോർഡ് അടക്കമുള്ള വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നും അദ്ദേഹത്തിന്റെ സാമ്പത്തിക ബിരുദം നേടിയാണ് അദ്ദേഹം ഇന്ത്യയിൽ 1971 മുതൽ വിവിധ തലങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിരിക്കുന്നത്. പല നയങ്ങളും അദ്ദേഹം സ്വീകരിച്ചിരുന്നു. അതിലെല്ലാം തന്നെ അടയാളപ്പെടുത്തി തന്നെയാണ് ഇന്ത്യയുടെ പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്ത് ഇന്ത്യ തകർച്ച നേരിടുന്ന ഘട്ടത്തിൽ മൻമോഹൻ സിംഗിന്റെ നയങ്ങളെല്ലാം തന്നെ ഏറെ കൈയടിക്കപ്പെട്ട ഒന്നാണ്. ഇപ്പോഴും പ്രത്യേകിച്ചും 2014 ശേഷം ഇന്ത്യ പല ഘട്ടങ്ങളിലും സാമ്പത്തിക രംഗത്ത് പിന്നോട്ട് പോകുമ്പോൾ മൻമോഹൻ സിംഗിന്റെ നയങ്ങളെ സംബന്ധിച്ചായിരുന്നു പിന്നീട് പല ഘട്ടങ്ങളിലും ചർച്ചയിൽ ഉണ്ടായിരുന്നു. ഈ വർത്തമാന കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന്റെ നയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉയരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം എന്ന വ്യക്തിയെ സംബന്ധിച്ച്, അദ്ദേഹം എന്ന സാമ്പത്തിക വിദഗ്ധത്തെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നമ്മളിപ്പോൾ 3 ജനപത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഓർമ്മിക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാവിലെ 8 മണിയോടെ തന്നെ 3 ജനപത്തിലെ വസതിയിലെത്തും, അനുശോചനം രേഖപ്പെടുത്തും. കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ചും മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി അതോടൊപ്പം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്തായാലും രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾ മൻമോഹൻ സിംഗ് എന്ന നേതാവിനെ, പ്രത്യേകിച്ചും ഒരു കോൺഗ്രസ് നേതാവ് എന്നതിലുപരി രാജ്യം ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു സാമ്പത്തിക വിദഗ്ധനെ ഒരു നോക്ക് കാണാനായി ഇവിടേക്ക് എത്തുന്നുണ്ട്. അതിനുള്ള നടപടികളാണ് എന്തായാലും കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം ബലഗാവിലെ കോൺഗ്രസ് യോഗത്തിന് ശേഷം നേതാക്കൾ ഒന്നാകെ ഒരു പ്രത്യേക വിമാനത്തിലേക്ക് ഇവിടേക്ക് പുറപ്പെടുകയായിരുന്നു. ഇന്നലെ രാത്രി ഏറെ വൈകിയും രാഹുൽ ഗാന്ധി ഇവിടെ എത്തി മൻമോഹൻ സിംഗിന്റെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ ആശ്വസിപ്പിച്ചു. ഇന്ന് രാവിലെ മുതൽ തന്നെ മൻമോഹൻ സിംഗിന്റെ വീട്ടിലേക്ക് ആളുകളുടെ ഒരു ഒഴുക്കാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഒരു 8 മണിയോട് തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വരുമ്പോൾ 3 ജനപത്തിലെ ആ വശത്തൂടെയാകും ആളുകളെല്ലാം തന്നെ കടത്തിവിടാൻ സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുള്ള നടപടികൾ എന്തായാലും പോലീസും മറ്റുദ്യോഗസ്ഥരും അവിടെ സ്വീകരിച്ചു വരുന്നുണ്ട്. പൊതുദർശനം സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഏത് നിലയിലാണ് സമീകരണം സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗികമായി ഒരു വ്യക്തത വന്നിട്ടില്ല. രാവിലെ മുതൽ തന്നെ നേതാക്കൾ എന്തായാലും ഇവിടെ എത്തും. അതിനുശേഷം AICC ആസ്ഥാനത്ത് പൊതുദർശനം ഉണ്ടാകും. നാളെയാകും സംസ്കാര ചടങ്ങെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. SKN. ഓക്കെ, നിതിൻ ഭുജനാണ് പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വസതിയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേർന്നത്.